ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക, അതുപോലെ ലൈക്കും സബ്ബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീറ്റിട്ട് തന്നെ ഇതാ മറ്റേ എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മളിതാ ചായ വെക്കുകയാണ്. അപ്പോൾ ചായപാത്രത്തിൽ അടച്ച് വെച്ചിരിക്കുന്നത് രണ്ടടുപ്പൊക്കെയാണ് കേട്ടോ അടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ തുറന്ന് നോക്കിയപ്പോഴായിരുന്നത് അത് മറന്ന് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കടി ഉണ്ടാക്കണം. നൂൽപുട്ടാണ് കേട്ടോ ഇന്നത്തെ കടി നമുക്ക്. അപ്പോൾ അതാ നമ്മളെ ഇഡലി പാത്രമൊക്കെ എടുത്ത് നമ്മൾ കഴുകി വെച്ചാലും അത് നമ്മൾ പിന്നെ എടുക്കാൻ സമയത്ത് പിന്നെ ഒന്നുകൂടി കഴുകണം കേട്ടോ. പാത്രങ്ങൾ വല്ല പല്ലിയോ കൂറയൊക്കെ അരിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ കാണൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ നൂൽപുട്ടിനുള്ള വെള്ളം ചൂടാകാൻ വെച്ചിരിക്കണ്. പിന്നെ നമ്മൾ പാൽ ഇതാ ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ തന്നെ തോന്നണില്ല കേട്ടോ. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനാണ് പൂതി. പക്ഷേ എണീച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. നമുക്ക് സ്ത്രീകൾക്ക് ഒരു ടൈം ഉണ്ടല്ലോ കേട്ടോ. ആ ടൈം ആകുമ്പോൾ എണീക്കാൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ മക്കളും നമ്മളെ പുതിയാപ്പിള്ളാരും ഒക്കെ പോകുമ്പോഴത്തേനും അവർക്കുള്ള ചായയും കടിയും ഒക്കെ ആക്കണ്ടേ. അപ്പോൾ നമുക്ക് സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉറങ്ങണവരവിടെ ഉറങ്ങട്ടെ, നമുക്ക് എന്തായാലും നമ്മളെ പണികൾ കഴിച്ച് നമുക്കൊരു ഭാഗത്ത് ഇരിക്കാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ നൂൽപുട്ടിനുള്ള വെള്ളമൊക്കെ നല്ലോണം തളിച്ചിക്കണ്. ഇനി നമ്മൾ പൊടിയൊക്കെ കുറച്ചെടുത്തിട്ട് ഇതാ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പൊടി കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല. കടിയൊക്കെ ഇപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. രാവിലെ കടിക്കൊക്കെ വേണമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കാലിച്ചായയോ ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നും ചെയ്യും. ചിലപ്പോൾ അങ്ങോട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ പാലൊക്കെ തളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് മാറ്റി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ മാവ് നമ്മൾ നൂൽപുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഇഡലി പാത്രം ഒന്ന് കുറച്ചുകൂടി വെള്ളമാക്കിയിട്ട് കേട്ടോ അവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചായ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അവിടെ സ്റ്റവ് ഓഫാക്കി വെക്കാമല്ലോ അല്ലേ. അപ്പോൾ രണ്ടും പാടെ നമുക്ക് കണ്ണ് ഓട്ടിക്കണ്ടേ, അപ്പുറം ഇപ്പുറം ഒക്കെ അങ്ങനെ നോക്കണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ചായ റെഡിയായി, പഞ്ചസാര ഇടണം. ഇനി നൂൽപുട്ടിന് കറി ഇപ്പം എന്താ ഉണ്ടാക്കുക ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചട്നി മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല പൊട്ടുകടലയൊക്കെ ഇട്ടിട്ട് നല്ല തേങ്ങയും പൊട്ടുകടലയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അതാ ചായ റെഡി. അപ്പോൾ നമുക്കിനി നൂൽപുട്ടിനുള്ള ഇത് വെള്ളമൊക്കെ ചൂടായി വന്നിക്കണം കേട്ടോ. അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ ഉണ്ട് കുറേ അയക്കണു. അപ്പോൾ അതിങ്ങനെ നമ്മളെ നൂൽപുട്ട് പീച്ച് കൊടുത്തിട്ട് പിന്നെ അത് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ പരക്കൂല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇതാ ചോറിനുള്ള വെള്ളം കൂടി വെക്കുകയാണ്. പണികൾ നമ്മളെ വെപ്പ് പണി ഇങ്ങോട്ട് ഒരുങ്ങിയാൽ നമുക്ക് പിന്നെ ഒരു ആശ്വാസം കേട്ടോ. പിന്നെ അലക്കുക, പിന്നെ അടിച്ചുവരിക, തുടക്കുക അങ്ങനെയൊക്കെ അല്ലേ. മീൻ വാങ്ങിയിട്ടുണ്ട്, നല്ല മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കണം. അപ്പോൾ എന്തായാലും ചായക്കുള്ള കടിയും റെഡിയാക്കുക, നമ്മൾ ചോറും റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് മീൻ നന്നാക്കിയിട്ട് കറി വെച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെ അലക്കാനും ഉണ്ട് കേട്ടോ. മഴ കാരണം ഇപ്പോൾ പിന്നെ അലക്കിയാലും പിന്നെ ഉണങ്ങാനൊക്കെ ഇടാനൊക്കെ പ്രയാസമാണ്. നമുക്കിവിടെ സ്ഥലം ഇല്ലായിട്ട് ഉണങ്ങാനൊക്കെ ചിലപ്പോൾ ഞാൻ മേലെ കൊണ്ടുപോയി ഇടും കേട്ടോ. അവിടെ മേലെ റൂമുകളിലൊന്നും ആൾ ഇല്ല കേട്ടോ. അപ്പോൾ ആളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇടാൻ കഴിയില്ല. ആളില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മുകളിലൊക്കെ തോരയിടാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് തുണികളൊക്കെ ഞാൻ മുകളിൽ തോരയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തിരുമ്പണ തുണികൾ ഇത് ചുറ്റോർത്തോ കൂടെ തന്നെ ഇടണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ നൂൽപുട്ടൊക്കെ ഇതാ നമ്മൾ ഇഡ്ഡലി പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി അരിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മത്തി ഇപ്പോഴത്തെ മത്തി നല്ല രസമുള്ളൊരു മത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ എടുത്തേക്കണ്. അതൊന്ന് കഴുകിയിട്ട് നമുക്ക് നമ്മളെ ചൂടായ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല നമ്മളെ റേഷൻ അരി പോലത്തെ അരിയാണ് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയല്ല, കടയിൽ നിന്ന് വാങ്ങി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ ഇടാത്തത്. കുക്കറിൽ ഇട്ടാൽ പിന്നെ അത് പായസമാവും കേട്ടോ. പിന്നെ കുറച്ച് ശർക്കരയും തേങ്ങ ഇട്ടാൽ പായസം പോലെ കുടിക്കുക, അങ്ങനത്തെ അരി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കരണ്ടടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, ഒരുപാട് സമയമൊന്നും ആവില്ല. ഒരു കുറച്ച് സമയമാകുമ്പോഴത്തേനും ചോറൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നൂൽപുട്ട് ഇത് ഉണ്ടാക്കി ഒരു വട്ടം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതാ കുറച്ചും കൂടി ഉണ്ട്, അത് ലാസ്റ്റത്തേന് കേട്ടോ. അപ്പോൾ ഒരാൾ ഇത് അവിടെ വന്നിട്ട് എന്താ കടി, എനിക്ക് വേണ്ട നൂൽപുട്ട് വേണ്ട, നൂഡിൽസ് വാങ്ങാൻ പൈസ തരി, ഞാൻ പോയി വാങ്ങി വരാം അങ്ങനെ പറയട്ടോ. ഓന്
ഓനിപ്പോൾ നൂഡിൽസുമ്മ കൂടിക്കണം കേട്ടോ. എപ്പോഴും ചിലപ്പോൾ ചില ദിവസമൊക്കെ ഇങ്ങനെ നൂഡിൽസ് മതി, എനിക്ക് കടി വേണ്ട. അപ്പോൾ അവന് കടി ഇഷ്ടമല്ലായിട്ടല്ല, നൂഡിൽസ് കിട്ടാനുള്ള തന്ത്രപ്പാടാണ് പിന്നെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ കടി വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രാവിലെ എണീച്ചാൽ അവർ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങേറല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും കഴിച്ചോട്ടെ എഴുതിയിട്ട് അങ്ങനെ ചിലപ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ, എന്നാൽ പോയി വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നും അത് കഴിച്ചാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, കേട് തന്നെയാണ് നമുക്കറിയാം. പക്ഷെ എന്നാലും മക്കൾ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവനതാ പോയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു ഇത് നൂഡിൽസ് തന്നെയാണ്, നൂഡിൽസ് ആകൃതിയിൽ കണ്ടിൽ ഉണ്ടാക്കണം, ഇത് തന്നെയാണ് നൂഡിൽസ്. ഇനി ഇതിൽ കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി തരാറുണ്ട്, അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. അപ്പം ഉമ്മ തന്നെ കഴിച്ചോ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നൂൽപുട്ടൊക്കെ നമ്മൾ ചുടൽ കഴിഞ്ഞിരിക്കണം. ഇനി ഇതപ്പോൾ ചട്നി കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ നല്ല പൊട്ടുകടലയും തേങ്ങയും അതുപോലെ കുറച്ച് മുളക് പൊടി കേട്ടോ, മുളക് പൊടി ചട്നിയാണ് കേട്ടോ. ചുമപ്പ് ചട്നി വെള്ള ചട്നി അല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നൂൽപുട്ടുകളുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തന്നെ കേട്ടോ ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ ചോറും റെഡിയായി, നൂൽപുട്ടും ചായയും കടിയും റെഡിയായി. ഇനിയിപ്പോൾ മത്തി ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ മത്തിയൊക്കെ നന്നാക്കി ഇതാ വെച്ചിക്കണ്. ഇനി അതൊന്ന് പുളി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. മത്തിക്കൊക്കെ പെരും വിലയാണ് കേട്ടോ. ഇപ്പോൾ 200 രൂപ എത്രയാണ്, പിന്നെ 100 രൂപ 1 കിലോൻ്റെ മത്തിയാണ് ഇട്ടത്. ആകെ അത്രയേ ഉള്ളൂ. അപ്പോൾ മീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. വില കൂടിയാലും കഴിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ പഞ്ഞിയൊക്കെ ഉള്ള മീൻ, മുട്ട ഉണ്ടല്ലോ, അതൊക്കെ ഉള്ള മീനാണ് കേട്ടോ മത്തി വരുന്നത്, മുട്ടുള്ള മീനാണ്. അപ്പോൾ എന്തായാലും നമുക്കിതാ മത്തിയൊക്കെ നല്ല റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ വേറെ പരിപാടി പറഞ്ഞാൽ എന്താ, ഞാനിനി ചായ കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികൾ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും വൈക്കൂല കേട്ടോ ഭക്ഷണം, എന്തെങ്കിലുമൊക്കെ അകത്തേക്കാക്കട്ടെ. രാവിലെ നീച്ച എനർജിയൊക്കെ കുറച്ച് കുറഞ്ഞ്, ഇനിയിപ്പോൾ കുറച്ച് എനർജി കഴിച്ചിട്ട് കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് അലക്കാൻ പോവാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ അലക്കൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണ്ടേ അല്ലേ. നമുക്ക് പിന്നെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അലക്കാൻ കൂടും ഒക്കെ ചെയ്യും. ഇപ്പോൾ ആൺകുട്ടികളാകുമ്പോൾ നമുക്ക് പറയാനും മടിയല്ലേ, അലക്കാനൊക്കെ പറയാനൊരു മടിയാണ്, പറയാനും പറ്റൂല ആൺകുട്ടികളോട്. ചില കുട്ടികളൊക്കെ ചെയ്യും കേട്ടോ, എന്നാലും വലിയ മൂത്ത മോനൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാന്നൊക്കെ പറഞ്ഞാൽ ഓൻ്റെ ഡ്രസ്സൊക്കെ ഓൻ തന്നെ ഒക്കെ പോയി അലക്കി ഒക്കെ ഇടും കേട്ടോ. എന്നാലും നമുക്കൊരു പാവം തോന്നലാണ്. അപ്പം ഞാൻ ഒന്നും മിണ്ടൂല, അലക്കിക്കൊള്ളാ പറയും കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിക്കണ്. ഇനി നമുക്ക് പിന്നെ മീൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പേരിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പൊരിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നന്നാക്കി കഴിഞ്ഞപ്പോൾ മീൻ കറിക്കുള്ളതേ ഉള്ളൂ കേട്ടോ, പൊരിക്കാനൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് കറി ഉണ്ടാക്കി വെച്ചാൽ മത്തിക്കറി വേറൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അയിലയും പിന്നെ അതുപോലെ സൂദാ നമ്മൾ എങ്ങനെ കറി വെച്ചാലും മത്തിക്കറിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഉള്ളിയും പിന്നെ വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് നമുക്കിന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പുളിങ്ങ ഞാനിവിടെ നേരത്തെ തന്നെ ഇതാട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കുറേ കഴുകിയിട്ടോ. ഇതിപ്പോൾ നമ്മൾ ചായ കുടിച്ച പാത്രം അങ്ങനെ അവിടെ വെച്ച് മണ്ടിയതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് അടുക്കളയിൽ ഇങ്ങോട്ട് പാത്രം പരക്കൂല കേട്ടോ, നല്ല അടുക്കളയും വൃത്തിയായി കിടക്കും. ഇപ്പോഴാണെങ്കിലോ ഫുള്ളും ഈച്ചയാണ് കേട്ടോ, ഈച്ചകളെ ഒരു ഇതായിക്കണു. എത്ര തുടച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെയും വരും. ഇപ്പോൾ ഈ ചക്കയും മാങ്ങൻ്റെ ഒക്കെ ഇതല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈച്ച ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മീനിലുള്ള മസാല ഒക്കെ പുളിയൊക്കെ ഒഴിച്ചത് തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ മീനൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി പിന്നെ വലിയ മോന് മത്തി കൂട്ടൂല കേട്ടോ, അവന് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്തെ അടുപ്പിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് വലിയ ആൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് മത്തിയൊക്കെ ഒന്ന് വെന്ത് സെറ്റ് ആകട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കിതാ നമ്മളെ വലിയ കുട്ടിക്കുള്ള കിഴങ്ങ് പൊരിയാണ് കേട്ടോ. ഓന് മത്തി കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കറി മാത്രം കഴിക്കും കേട്ടോ, അതിൻ്റെ മീൻ കഴിക്കില്ല, അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ചോറ് ഉണ്ണും. പക്ഷേ മീൻ എന്താ അറിയില്ല, അവന് ഇഷ്ടമല്ല കേട്ടോ. മത്തി കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ട് അറിയും, പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ ഛർദി ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് അവന് പേടിച്ചിട്ട് കഴിക്കുകയില്ല. അങ്ങനെ നമ്മുടെ അലക്കലും തുടക്കലും കുളിയും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളെ കാക്ക ചോറിനാൻ വന്നിക്കണം കേട്ടോ. അപ്പം ഇന്ന് പണി ഉണ്ടായിരുന്നു, പണിക്ക് ഉച്ചക്ക് വന്നതാ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വന്നിക്കണം ചോറിന്. അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇത്ര നേരം എന്തേ കാട്ടി വെച്ചിട്ട്, അപ്പോൾ പപ്പടം ഞാനൊരു വരുമ്പോൾ പൊരിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാ കേട്ടോ. അപ്പോൾ എന്തായാലും ഓൻ തന്നെ പാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ വേഗം പൊരിച്ച് വിശക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഒന്നും കഴിക്കൂല കേട്ടോ, അധികം ഒന്നും. ഒരു നൂൽപുട്ടോ അല്ലെങ്കിൽ ഒന്നിൽ രണ്ടെണ്ണത്തിലപ്പുറം പോകൂല കേട്ടോ ഓൽക്കൊന്നും. അപ്പോൾ പിന്നെ എങ്ങനെ വിശക്കാതിരിക്കുക, രാവിലെ നല്ല കുട്ടികൾ ഭക്ഷണം ഫുള്ള് വയറ് നിറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളെ മുതൽ കഴിക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. അവരോരോ കാര്യം അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ
പപ്പടമൊക്കെ പൊരിച്ച് ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഓരോ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചില ദിവസമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അത് എല്ലാവരും ഉണ്ടായപ്പോൾ നമ്മളും കൂടി കഴിക്കുകയാണ്. അപ്പോൾ നല്ല മത്തിക്കറി ചോറ് കേട്ടോ, പപ്പടും പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാർ വേണ്ട, നമ്മൾ മത്തി കറി ആകുമ്പോൾ പുളിയല്ലേ, പുളിക്ക് അച്ചാറിൻ്റെ പുളിയും കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അച്ചാറൊന്നും വേണ്ട, ഈ കറി തന്നെയാണ് മതി എനിക്ക് പറഞ്ഞിട്ട് നമ്മൾ കാക്കത അടിച്ച് വെക്കുകയാണ്. നല്ല ഇഷ്ടമാണ് കേട്ടോ. മീനായാൽ മതി കേട്ടോ, വേറെ ഒരു കറി ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മീൻ കറി ആയാൽ മതി കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ പച്ചക്കറിയൊക്കെ വെച്ചാൽ നമ്മൾ തന്നെ തീർക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, കഥകൾ പറഞ്ഞു തരാണ്. അങ്ങനെ നമ്മളിതാ ചോറിന്ന് പപ്പടം കൂട്ടിയിട്ട് ചോറൊക്കെ തിന്ന് പിന്നെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ഓക്കെ.